ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇത് നോക്കുക കേട്ടോ, ഇതൊരു ക്ലച്ച് ഡിസ്ക് മാറ്റുന്നതാണ്. ഇതിൻ്റെ ഓയിലിൻ്റെ കളർ നോക്കുക. അതേമാതിരി ഈ അലൂമിനിയം പ്ലേറ്റിൻ്റെ ക്ലച്ച് ഹബിൻ്റെ തേയ്മാനം കണ്ടില്ലേ, ഈ ഒരു തേയ്മാനാണ് നമുക്ക് ഓയിലിലേക്ക് വരിക. ഇത് തേയുന്നതിനനുസരിച്ച് ആ ഓയിലിൻ്റെ കളർ മാറും. അപ്പോൾ നിങ്ങൾ ഇതുണ്ടല്ലേ, ഇത്രയും കട്ടിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമർ ഇത് അറിഞ്ഞിട്ടില്ല, കസ്റ്റമർ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓയിൽ കാണിച്ചു കൊടുത്തപ്പോഴാണ് ഓയിലിൻ്റെ കളർ കണ്ടിട്ട് നമ്മൾ കസ്റ്റമർ പറഞ്ഞ് ക്ലച്ചസ് പോയിട്ടുണ്ട്. ഓടാതെ വന്ന റണ്ണാവാതെ വന്ന വണ്ടിയായിരുന്നു. അപ്പം ഫുള്ള് കത്തി തീർന്നത്. കസ്റ്റമർ ഇത് അറിഞ്ഞിട്ടില്ല, അവരിങ്ങനെ വണ്ടി ഓടിക്കുക തന്നെയാണ്. ഫുള്ള് ബേണായിപ്പോയി. ഉണ്ടല്ലേ, എന്നിട്ട് പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് ഓയിലാണുള്ളത്. ഈ ഓയിലിന് ഫ്ലഷ് ചെയ്യേണ്ടി വരും. ഓയിൽ ഫ്ലഷ് ചെയ്യാതെ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓയിൽ, അപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റാൻ ആ സമയം സൈഡ് അയച്ചപ്പോൾ കംപ്ലീറ്റ് ഓയിൽ ഒരു ഗ്രേയിഷ് കളറിലാണ് വരിക കേട്ടോ. അപ്പോൾ ഇതാണ് പുതിയ ഹബ്ബ് വരുന്നത്. നമുക്ക് നല്ല ഫേസ് നല്ല ക്ലീൻ ആയിരിക്കും. മറ്റേ നല്ല കട്ടിങ് ആയിട്ടുണ്ട്. ₹750 വരുന്നത് കേട്ടോ. ഇതിന് ₹750 വരുന്നത്. ക്ലച്ച് പ്ലേറ്റ്, ഫ്രിക്ഷൻ പ്ലേറ്റ്, സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ അസംബ്ലി ആയിട്ട് വരുന്നത് 1600 സംതിങ് ആണ്. ഇത് നോക്കണ്ടല്ലേ, ഇതാണ് എൻജിൻ്റെ ഉള്ളിലെ അവസ്ഥ. ഇത്രയ്ക്കും മോശം കണ്ടീഷനിലാണുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്ത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ക്ലച്ച് ഡിസ്ക് പുതിയ ഇൻസ്റ്റാൾ ചെയ്യാൻ. ഫുള്ള് എല്ലായിടത്തും അതിൻ്റെ പിന്നെ അലൂമിനിയം പാർട്ടിക്കിൾസും അത് പൊടിഞ്ഞിട്ടുള്ള ഒരു കളറും കാര്യങ്ങളും മൊത്തം എൻജിൻ്റെ പെർഫോമൻസിനെ സാരമായി ബാധിക്കും. ഇതിൻ്റെ അടിഭാഗത്ത് കണ്ട കാരണം അടിഞ്ഞു കൂടി കിടക്കുകയാണ്. ഒരു 50,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടി, ക്ലച്ച് ഡിസ്ക് നല്ലോണം ഓടും ഇല്ല എന്നാൻ പറയുന്നില്ല. 50,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടിയാണെങ്കിൽ ഇന്ന് ക്ലച്ച് ഡിസ്ക് ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. മാറ്റി കൊടുത്ത് നിങ്ങൾക്ക് വണ്ടി കറക്റ്റ് ആ ഫിറ്റിങ്സിൽ കറക്റ്റ് ആ പ്ലേറ്റ് കാര്യങ്ങൾ സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ആർക്കും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ആൻസർ തരുന്നതാണ്. അപ്പം ആ ഒരു പ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പക്കാ സ്മൂത്തായിട്ട് ഓടും. ഓയിലിൻ്റെ കളറുണ്ട്, ഗ്രേയിഷ് കളറാണ് വരിക. നിങ്ങൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രേയിഷ് കളറിലാണ് ഓയിൽ കാണണമെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ ക്ലച്ച് ഡിസ്ക് പോയിട്ടുണ്ട്. ഇപ്പം ഞാനത് പുതിയ ക്ലച്ച് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്തു, പക്ഷേ ക്ലീൻ ചെയ്തു, ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് പുതിയ ക്ലച്ച് ഡിസ്കും ഹബ്ബും ഒക്കെ മാറ്റി അതായത് ഈ ബെയറിങ്, റിലീസ് ബെയറിങ് മാറ്റി കൊടുക്കണം കേട്ടോ. നിർബന്ധമായിട്ട് മാറ്റി കൊടുക്കണം. ക്ലച്ച് ഡിസ്ക് മാറ്റണമെങ്കിൽ റിലീസ് ബെയറിങ് മാറ്റി കൊടുക്കണം. വണ്ടി പുത്തൻ പോലെ ഓടും. പുത്തൻ വണ്ടി എങ്ങനെ പെർഫോമൻസ് ആണ് ഉണ്ടായിരുന്നു ആ ഒരു പെർഫോമൻസിൽ വണ്ടി ഓടും ക്ലച്ച് ഡിസ്ക് പ്രോപ്പറായിട്ട് മാറ്റി കഴിഞ്ഞാൽ. ഇതിൻ്റെ ഓയിലിൻ്റെ കളറാണത്. അപ്പോൾ ഞാനിത് വീഡിയോ അടുത്തതിൽ ശരിക്കും ക്ലച്ച് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ശരിയ വീഡിയോ ആണ് എടുത്തു തരാം. കാരണം എനിക്കിത് സമയം കിട്ടിയിട്ടില്ല. ഒന്നാമത് കസ്റ്റമർ എടുത്തിട്ടുണ്ട്, അതിനൊരു പരിധി ഉണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത വീഡിയോ കറക്റ്റായിട്ട് എങ്ങനെ കറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള വീഡിയോ ഇട്ട് തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.